അവരുടെ നക്ഷത്രം, മരിച്ച നക്ഷത്രം അറിയാവുന്ന നക്ഷത്രമാണെങ്കിൽ ഓർക്കുക, അല്ലെങ്കിൽ തിരുവോണം, മഹാവിഷ്ണുവിന്റെ തിരുവോണം നക്ഷത്രം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ മരിച്ചാളിന്റെ രൂപമൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ട് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം, ഓം ഗണപതിയേ നമഃ. ശാബ്ദത്തിന് വിഘ്നങ്ങളൊന്നും വരുത്തരുതേ മഹാഗണപതിയെ എന്ന് പ്രാർത്ഥിക്കാം. വിഘ്നേശ്വരന്റെ അനുഗ്രഹത്തിന് വേണ്ടി നന്നായിട്ട് വിഘ്നേശ്വരന്റെ രൂപമൊക്കെ ഒന്ന് മനസ്സിക്കൊണ്ട് വിഘ്നേശ്വരന്റെ മന്ത്രമൊക്കെ ഒന്ന് മനസ്സിൽ പറയാം. അപ്പൊ നമുക്ക് തീർത്ഥം ഉണ്ടാക്കാൻ കണക്കിന് നമ്മുടെ മുന്നിലായിട്ട് കിണ്ടി എടുത്ത് മുന്നിലായിട്ട് സമർപ്പിക്കാം. എന്നിട്ട് കിണ്ടി, പുഷ്പം, ഇത് മൂന്നും അർപ്പിക്കാം. എള്ള് തിരുമ്മി ഒന്ന് ഇടണം, കാരണം എള്ളിന്റെ എണ്ണയുടെ അംശം ആ ജലത്തിൽ വരണമെന്നാണ് സങ്കല്പം. അപ്പോൾ എള്ള് എടുക്കുമ്പോൾ ഒന്ന് തിരുമ്മി ആ ജലത്തിനകത്ത് ഇടുക. പുഷ്പം കൂട്ടത്തേക്ക് അതിൽ പുഷ്പം തൊട്ട് ചന്ദനവും കൂടെ കിണ്ടിയുടെ അകത്തുള്ള ജലത്തിനകത്ത് സമർപ്പിക്കുക. കിണ്ടി നമുക്ക് നല്ല രീതിയിൽ സജീഷണമാകുന്ന രീതിയിൽ വെക്കുക. കിണ്ടിയുടെ വലത് കൈ കൊണ്ട് കിണ്ടിയെ നന്നായിട്ട് അടച്ചു പിടിച്ചു. കിണ്ടിയുടെ വാല് ഉൾപ്പെടെ നമ്മൾ അടച്ചു പിടിക്കും. നമ്മൾ തീർത്ഥം ഉണ്ടാക്കാൻ പോവാണ്. കിണ്ടിയുടെ വാല് ഉൾപ്പെടെ തീർത്ഥം ഉണ്ടാക്കുകയാണ്. പറയുന്ന മന്ത്രം ഏറ്റവും ശ്രദ്ധാപൂർവം കേട്ട് പറയുക. ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി സന്നിധി ഗുരു പിതൃതീർത്ഥം സങ്കല്പയാമി. കിണ്ടിയുടെ വാലിൽ നിന്ന് 3 പ്രാവശ്യം കിണ്ടിയുടെ ഉള്ളില് തീർത്ഥം ഒഴിക്കാം. കിണ്ടിയുടെ വാലിൽ നിന്ന് 3 പ്രാവശ്യം കിണ്ടിക്കകത്ത് 3 പ്രാവശ്യമായിട്ട് തീർത്ഥം ഒഴിക്കാം. ആ തീർത്ഥം ഉണ്ടാക്കിയാൽ പിതൃവിന് നമ്മൾ പിതൃകർമ്മങ്ങൾ ചെയ്തതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിതൃതീർത്ഥം എന്നാണ് അതിൻ്റെ പേര്. ആ തീർത്ഥം ആ തൂശനാല ഒന്ന് തളിച്ച് ശുദ്ധമാക്കുക. തൂശനാലയിൽ തീർത്ഥം തളിച്ച് ശുദ്ധമാക്കുക. പൂജാദ്രവ്യങ്ങളും തളിച്ച് ശുദ്ധമാക്കുക. ചോറ്, എള്ള്, ചന്ദനം, പവിത്രം വെച്ച് പൂജാദ്രവ്യങ്ങളും പൂജാ സാമഗ്രികളെല്ലാം തളിച്ച് ശുദ്ധമാക്കുക. അതിലൂടെ നമ്മുടെ ശരീര കർമ്മം ചെയ്യുന്നതിന് മുമ്പ് അശുദ്ധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വേണ്ടി നന്നായിട്ട് നന്നായിട്ട് ശരീരശുദ്ധി, വസ്ത്ര പവിത്രത്തിന്റെ കെട്ട്, അതല്ല അമ്മ ഉണ്ടല്ലോ, പൂവ്, ചന്ദനം, തീർത്ഥം, ഈ 3ഉം കൂടെ നിലയുടെ നടുഭാഗത്ത് വയ്ക്കാം. കുറച്ച് പൂവ് എടുക്കാൻ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ തള്ളവിരൽ വഴി പിതൃവിന് തീർത്ഥം കൊടുക്കാം. പിതൃപീഠം സമർപ്പയാമി. ഭഗവാനെ അല്ലെങ്കിൽ ആ പിതൃവിന്റെ താഴോട്ട് വരാൻ പാടില്ല. കൂർച്ചക്കെട്ട് മുകളിൽ നിൽക്കണം, കടഭാഗം താഴെ. അപ്പം കൂർച്ചം, ചന്ദനം എടുക്കണമ്മ. കൂർച്ചം കയ്യിലെടുക്കും, കയ്യിലേൽ വെക്കരുത്. കൂർച്ചം, ചന്ദനം, പൂവ്, ചന്ദനം, എള്ള്, പൂവ്, തീർത്ഥം ചേർത്ത് വെക്കാം. ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് നമ്മൾ മരിച്ചുപോയ പിതൃവിനെ നന്നായിട്ട് ഓർക്കുക. അച്ഛമ്മ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരംഭിച്ച ആള്, ആ മരിച്ച ആളിന്റെ മുഖമൊക്കെ നന്നായിട്ട് മക്കളെയും ആ പിതൃവിനെയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സൊരുക്കി ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നന്നായിട്ട് ആത്മസമർപ്പണമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മുടെ പിതൃവിനെ നമ്മൾ ആത്മസമർപ്പണം ചെയ്യുകയാണ്. ശരീരവും മനസ്സും ഏകാഗ്രമാക്കി ആ ഒരു
ആ ഒരു ഭഗവാന് അല്ലെങ്കിൽ ആ പിതൃവാകുന്ന നമ്മുടെ ഈ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളാണ്. ആ പിതൃ പിണ്ടം സമർപ്പിച്ചാൽ അവർ പൂർണ്ണമായിട്ട് പിതൃക്കളെല്ലാം ഒന്നാണ്. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്നിച്ചറിയിക്കുന്നത്. ആ പിതൃക്കളെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ആവാഹിച്ച് ഒരുമിച്ച് നമ്മളെല്ലാവരും കുടുംബത്തിൽ എല്ലാവർക്കും കൂടിയാണ് നമ്മൾ ഈ ശാസ്ത്ര കൂട്ടുന്നത്. അതിൽ ആർക്കെങ്കിലും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആളിന്റെ രൂപവും പേരും നക്ഷത്രവും നമ്മൾ മനസ്സിലൊന്ന് പറയുക. ഓ നമോ നാരായണായ നമഃ, ഓ നമോ നാരായണായ നമഃ, ഓ നമോ നാരായണായ നമഃ പറയുക. ഏകി കോശങ്ങൾക്ക് എപ്പോഴും മുകളിലോട്ട് നിൽക്കും, പെട്ട് മുകളിലോട്ട് നിൽക്കും. ഒഴിച്ച് വരുത്തി ഇരുത്തിയിരിക്കുന്ന പിതൃവിനെ നമ്മൾ എന്ന് പൂജകൊണ്ട് ആ പിതൃവിനെ ഒന്ന് പൂജിക്കാം. അതിന് ജലം 3 പ്രാവശ്യം കൊടുക്കുക, ഗന്ധം ചന്ദനം 3 പ്രാവശ്യം കൊടുക്കുക, പുഷ്പം കൊണ്ട് 3 പ്രാവശ്യം ഗുരുഭ്യോ നമാന്ന് പറഞ്ഞ് നമ്മൾ ഏത് സമയത്തും നമ്മൾ പുഷ്പമായാലും തീർത്ഥമായാലും ചന്ദനമായാലും ഗുരുഭ്യോ നമാന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കുക. എപ്പോഴും ആ ഒരു നാമം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. 3 പ്രാവശ്യം ആളിന്റെ പേര് ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമോ നാരായണ 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 എന്ന് ജപിച്ചിട്ട് വേണം നമ്മൾ ആ പിണ്ടം ഉരുട്ടിയെടുക്കാൻ. നല്ല രീതിയിൽ നല്ലൊരു ഉരുള, നല്ല ഷേപ്പോട് കൂടിയുള്ള ഒരു ഉരുള. ചോറ് നമ്മൾ എവിടുന്നാണോ ഉരുട്ടിയെടുത്തത് ആ ഇലയിൽ തന്നെ വച്ചിട്ട് നമ്മൾ കൈ നന്നപോലെ കഴുകുക. തിരിച്ച് നമ്മൾ യഥാസ്ഥാനത്ത് പവിത്രം ധരിക്കുക. കൈ നമ്മൾ ചോറ് ഇപ്പോൾ എടുത്ത് ആ ഇലയിൽ തന്നെ പിണ്ടം ഉരുട്ടി വെച്ചിട്ട് കൈ നന്നായിട്ട് കഴുകി പവിത്രം നമ്മൾ നേരത്തെ എങ്ങനെയാണോ പവിത്രം ധരിച്ചത് അതുപോലെ പവിത്രം ധരിക്കുക. വഹിച്ചു വെച്ച പിതൃവിന്റെ ആ ഒരു സ്ഥാനത്ത് അവിടെ ഒരു പ്രതിഭ്യോ നമഃ എന്ന് പറഞ്ഞ് ഒരു തീർത്ഥം കൊടുക്കുക. ഇനി നമ്മൾ ആ പിണ്ടം എടുക്കുക. പിണ്ടം എടുത്ത് തൊഴുത് പ്രാർത്ഥിക്കുക. നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. പിണ്ടം നമ്മൾ 2 കൈ കൊണ്ട് എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മരിച്ച ആളിന്റെ രൂപം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. മരിച്ച ആളിന്റെ പേര് മനസ്സിൽ പറയുക, മരിച്ച നക്ഷത്രം പറയുക. കുടുംബവശാൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് സങ്കല്പം നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാം. നന്നായിട്ട് സങ്കല്പിച്ച് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താൽ നമുക്ക് പിതൃവിന് പിണ്ടം സമർപ്പിക്കാം. ത്രിമൂർത്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. ഓ ബ്രഹ്മദേവായ നമഃ, ഓ നമോ നാരായണായ നമഃ, ഓ നമഃ ശിവായ. പിതൃക്കള് അജ്ഞാതമായിട്ടുള്ള നമ്മുടെ പിതൃക്കള് അമ്മ വഴി അച്ഛന്മാരി മാതൃപിത പരമ്പരയപ്പെട്ട പിതൃ ആവാഹിച്ച് വെച്ച ആ കൂർച്ചത്തിന്റെ മുകളിലായിട്ട് ആ പിതൃവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് പിതൃപിണ്ടം സമർപ്പയാമി എന്ന് പറഞ്ഞ് ആ പിണ്ടം സമർപ്പിച്ചോളൂ. സമർപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പിതൃവിനെ ആരാധിച്ചതുപോലെ തന്നെ പിണ്ടത്തിന് ആവശ്യം ചന്ദനം കൊടുക്കുക. 3 പ്രാവശ്യം പിണ്ടത്തിനെ പൂ കൊണ്ട് ആരാധിക്കുക. പിതൃഭ്യോ നമ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ പറഞ്ഞ് വേണം ഇതെല്ലാം കൊടുക്കുക. എപ്പോഴും നമ്മൾ പിതൃഭ്യോ നമ എന്നുള്ളൊരു മന്ത്രം ഭഗവാന് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ച് പിതൃക്കൾക്ക് കൊടുക്കുക. 3 പ്രാവശ്യം തീർത്ഥം, 3 പ്രാവശ്യം ചന്ദനം, 3 പ്രാവശ്യം പുഷ്പം. ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് നല്ലൊരു നൂല് എടുക്കുക. അത് കിണ്ടി നമ്മൾ തോർത്തുണ്ടാവും, തോർത്തിൽ നിന്ന് എടുത്താൽ മതി. ശുദ്ധമായിട്ടുള്ള തോർത്തായിരിക്കുമല്ലോ. ആ തോർത്തിൽ നിന്ന് നല്ലൊരു നൂലെടുത്ത് കിണ്ടിക്കകത്ത് മുക്കി തീർത്ഥം കൊണ്ട് മുക്കി ശുദ്ധിയാക്കിയിട്ട് നമ്മളിപ്പോൾ ആവാഹിച്ചിരുത്തി ഈ സാപ്തം ഊട്ടി പിണ്ടം സമർപ്പിച്ച പിതൃവിന് ഒരു വസ്ത്രദാനം അല്ലെങ്കിൽ ഒരു വസ്ത്രം ഉടുപ്പിക്കാവുന്നൊരു ചടങ്ങ് ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. പട്ട് വസ്ത്രാലങ്കാരം സമർപ്പയാമി എന്ന് പറഞ്ഞ് നിവർത്തി നൂല് സമർപ്പിക്കുക. പട്ട് വസ്ത്ര അലങ്കാരം സമർപ്പയാമി. പിണ്ടത്തിന്റെ മുകളിലായിട്ട് നൂല് സമർപ്പിച്ചോളൂ. മണപ്പിച്ച് ക്രാണഭക്ഷണം സങ്കല്പിയാമി എന്ന് പുറകിലിട്ടിട്ടു. ഒരു തീർത്ഥം പിണ്ടത്തിന്റെ മുകളിൽ കൊടുക്കുക. ഓം പിതൃഭ്യോ നമഃ ഒരു തീർത്ഥം കൊടുക്കുക. ഭക്തിയിലോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ഷമാപണം ചോദിക്കുക. ഒരു ചടങ്ങ് ചെയ്യുക. നമ്മൾ മനുഷ്യരാണ്, ചെയ്യുന്ന രീതിയിൽ എല്ലാം പെർഫെക്റ്റ് ആവണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളോ തെറ്റുകളൊക്കെ വരും. അതൊക്കെ സർവ്വസാധാരണം, അതൊന്നും ഒരു ദോഷമല്ല. എന്നാലും നമ്മുടെ ഒരു ക്രിയ ചെയ്യുമ്പോൾ അതിന് ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നമ്മുടെ ഒരു ക്ഷമാപണം ചോദിക്കണം. ഇത് നമ്മൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയൊക്കെ ക്ഷമാപണം ചോദിക്കുക. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിന് വന്ന് ചേരുക. നമ്മുടെ പിതൃവിന് ഇതുവരെ നമ്മൾ ചെയ്ത ക്രിയകൾക്കോ ഭക്തികൾക്കോ പറഞ്ഞ മന്ത്രത്തിനോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ സംഭവിച്ചെങ്കിൽ അതെല്ലാം പുറത്ത് ക്ഷമിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും കുട്ടികളെയും അനുഗ്രഹിക്കണമെന്നും പിതൃവിൻ്റെയും ത്രിമൂർത്തികളുടെയും അനുഗ്രഹം നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ വന്നു ചേരണമെന്നും നമ്മളെ അനുഗ്രഹിക്കണമെന്നും പിതൃവിൻ്റെ അനുഗ്രഹവും പ്രീതിയും എന്നും ഉണ്ടാവണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. ഓ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വര പൂജിതം മയാ സർവം ക്ഷമസ്വ ക്ഷമസ്വ
ക്ഷമസ്വ. പറഞ്ഞ മന്ത്രത്തിലോ ചെയ്ത ക്രിയയിലോ നമ്മളിലുള്ള ഭക്തിയിലോ എന്തെങ്കിലും കുറവുകളും കുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് ത്രിമൂർത്തികൾ മാവണം ചോദിക്കുന്നതായിട്ട് സങ്കല്പിച്ച് പിണ്ടത്തിന്റെ മുന്നിലായിട്ട് ആ പൂ ഇട്ടോളൂ. പിണ്ടത്തിന്റെ മുകളിലല്ല, പിണ്ടത്തിന്റെ മുന്നിലായിട്ട് ആ തൊഴുത് പ്രാർത്ഥിച്ചു വെച്ച പൂക്കൾ സമർപ്പിക്കാം. ഇനി നമ്മൾ ആ ഇലയിലിരിക്കുന്ന പൂവ്, എള്ള്, ചന്ദനം, തീർത്ഥം എല്ലാം കൂട്ടി ഫുൾ എടുത്തോളൂ. ഇനി അത് ബാലൻസ് വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, മാക്സിമം എടുക്കാൻ പറ്റും. ചെയ്യാൻ പോകുന്ന ക്രിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശാന്തം മരിച്ച നക്ഷത്രം പിതൃക്കളെയും അജ്ഞാത പിതൃക്കളെയും അഗ്നിശ്വതാദി പിതൃക്കളെയും ശാബ്ദമൂട്ടി തൃപ്തിപ്പെടുത്തി തിരിച്ച് പിതൃലോകത്തേക്ക് ഉദ്ദേശിച്ചു കൊള്ളുന്നു. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് പറയുക, ക്ഷമസ്വ ക്ഷമസ്വ ഉദ്വാസയാമി. ആ പിതൃവിനെ തിരിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ കൊണ്ടാക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഉത്തരയിലായിട്ട് ആ പൂക്കളും കയ്യിലിരിക്കുന്ന വസ്തുക്കളും സമർപ്പിക്കുക. പിണ്ടത്തിന്റെ മുകളിലല്ല, പിണ്ടത്തിന്റെ മുന്നിലായിരിക്കണം. ആ കൂർച്ചക്കെട്ടിന്റെ മുകളിൽ സമർപ്പിച്ച് ആ കൂർച്ചക്കെട്ട് അഴിക്കണം. ഉദ്ദേശിച്ചായിട്ട് സങ്കല്പിച്ച് കൂർച്ചക്കെട്ടിന്റെ ആ കെട്ടിന്റെ മുകളിൽ ഈ പറഞ്ഞ എല്ലാം സമർപ്പിച്ച് കൂർച്ചക്കെട്ട് അഴിക്കണം. പൂർണ്ണമായിട്ട് അഴിച്ചിട്ട് വേണം പിണ്ടത്തിന്റെ സൈഡിൽ വയ്ക്കാൻ. ആ പിണ്ടത്തിനെ ഒന്ന് നമസ്കരിക്കാം. അപ്പോൾ എണിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലാത്തവർ അവിടെ നിന്ന് പിണ്ടത്തിനെ തൊട്ട് വന്ദിച്ചാലും മതി. ശാരീരികമായിട്ട് അസ്വസ്ഥമുള്ളവർ പിണ്ടത്തിൽ തൊട്ട് ഒന്ന് വന്ദിച്ചാലും മതി, ഒന്ന് തൊഴുതാലും മതി. അല്ലാത്തവർ മുട്ടുകുത്തി ഒന്ന് നമസ്കരിക്കുന്നത്, പിണ്ടത്തെ വന്ദിക്കുന്നതും പിതൃവിനെ വന്ദിക്കുന്നതും നല്ലതാണ്. മാക്സിമം പറ്റുന്നുള്ളവർ പറ്റുന്ന രീതിയിൽ ചെയ്യാം. കഴിഞ്ഞ ശേഷം നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മുഖ്യമിതം എന്ന് പറഞ്ഞ് പിണ്ടത്തിന്റെ മുകളിൽ ഒരു തീർത്ഥം കൊടുക്കാം. ശേഷം കെട്ടഴിച്ച് നമ്മൾ ആ കൂർച്ച നേരത്തെ അഴിച്ചു വെച്ച് അതേപോലെ അതിന്റെ മുകളിലായിട്ട് വെക്കാം. പവിത്രം ഊരുക മാത്രമല്ല, കെട്ടഴിച്ചു വിടണം. മുകളിലായിട്ട് പവിത്രം വയ്ക്കാം. ശേഷം ആ ഇല ശ്രദ്ധാപൂർവം, പിണ്ടം ഇരിക്കുന്ന ആ ഇല വളരെ ശ്രദ്ധാപൂർവം നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇലയിലോട്ട് വലിച്ച് ശ്രദ്ധാപൂർവം, പിണ്ടം താഴെ പോകരുത്, പൊട്ടയും ചേർത്ത് കേടുപാടൊന്നും വരാതെ പിണ്ടം വലിച്ചു കയറ്റുക. എന്നിട്ട് നമ്മൾ അത് എടുത്ത് നമ്മള് മുന്നിലോട്ടും ഇടാം, പിന്നിലോട്ടും ഇടാം. നിങ്ങൾക്ക് സൗകര്യപ്രദമാക്കുന്ന രീതിയിൽ മുന്നിലോട്ടോ പിന്നിലോട്ടോ ഇടാം. വളരെ സൂക്ഷിച്ച് വേണം സ്റ്റെപ്പ് ഇറങ്ങാൻ. പ്രായമുള്ളവരും അധികം സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണ്ട. കിണ്ടി വളരെ സൂക്ഷിച്ച് വേണം. കിണ്ടി കുളത്തിൽ പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. പിതൃഭ്യോനമാന്ന് പ്രാർത്ഥിച്ച് ത്രിമൂർത്തികളൊക്കെ പ്രാർത്ഥിച്ച് വേണം നമ്മുടെ ആ പിണ്ടം ജലാശയത്തിൽ സമർപ്പിക്കാൻ. പിണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ കിണ്ടിയിലെ വെള്ളം പൂർണ്ണമായിട്ടും 2 കൈയും നനച്ച് കൈ 3 പ്രാവശ്യം പൊട്ടി ശാബ്ദം കൂട്ടുക. ശാബ്ദം കൂട്ടി കഴിഞ്ഞാൽ കിണ്ടി സുരക്ഷിതമായിട്ട് അവിടെ തന്നെ വയ്ക്കുക. കൈ കൊട്ടി ശേഷം കൂട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ വന്ന് ഭസ്മം ധരിക്കണം. കിണ്ടി നമ്മൾ അവിടെ തന്നെ സുരക്ഷിതമായിട്ട് അവിടെ തന്നെ വെച്ചോളൂ. അവിടെ തന്നെ കിട്ടി വെച്ചാൽ മതി, മുകളിലോട്ട് കൊണ്ടുവരണ്ട. അവിടെ തന്നെ കിട്ടി വെച്ചോളൂ. കിണ്ടി കുളത്തിൽ പോകാതെ ശ്രദ്ധിക്കണം. പിണ്ട സമർപ്പണം കഴിഞ്ഞാൽ തിരിച്ചു വന്ന് ഭസ്മം തൊട്ടേ പോകാവൂ. ഭസ്മം തൊട്ട് ഭഗവാനെ വന്ദിച്ച് പ്രസാദം സ്വീകരിച്ച് തുളസിയൊക്കെ വാങ്ങിച്ച് സന്തോഷപൂർവ്വം ഐശ്വര്യത്തോടുകൂടി ഭഗവാന്റെ അനുഗ്രഹത്താൽ സ്വർഗത്തിലോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച് തിരുമേനിക്കുള്ള ദക്ഷിണയിട്ട് ഭസ്മം തൊട്ട് പോയി ചെറിയ ലഘുഭക്ഷണം കഴിച്ച് തുളസി പ്രത്യേകം. പൂവ് എടുക്കുക, ചന്ദനം എടുക്കുക, എള്ളെടുക്കുക. പൂവ്, എള്ള്, ചന്ദനം, കൂർച്ച, കൂട്ടത്തിൽ തീർത്ഥക്കെട്ടിൽ നിന്നും